Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ എഡിബിൾ ഗോൾഡ് പെയിൻറ്റ് എങ്ങനെ കേക്കിന് വേണ്ടി റെഡിയാക്കുക എന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. സാധാരണയായിട്ട് ഇത് ആൽക്കഹോൾ, അതായത് വോഡ്ക്കയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഗോൾഡ് ഡസ്റ്റ് പെയിൻ്റാക്കി മാറ്റുന്നത്. അപ്പം വിത്തൗട്ട് ആൽക്കഹോൾ നമുക്കിതെങ്ങനെ നല്ലൊരു പെയിൻ്റാക്കി മാറ്റാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫീസ്റ്റേൻ്റെ എഡിബിൾ ഗോൾഡ് ഡസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഗോൾഡ് പെയിൻറ്റ് വിപ്പിംഗ് ക്രീം കേക്കിലും അതുപോലെ തന്നെ ഫോണ്ടൻ കേക്കിൽ, ബട്ടർ ക്രീം കേക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള ഡസ്റ്റാണ് നമ്മൾ പെയിൻ്റാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഗോൾഡ് ഡസ്റ്റും എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടാറില്ല. അതിന് ബ്രാൻഡ് നെയിമൊന്നുമില്ല. ഞാൻ കുറേ മുമ്പ് വാങ്ങിയിട്ടുള്ളൊരു ഡസ്റ്റാണ്, പക്ഷെ അതങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. അത്രയ്ക്ക് അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. ആദ്യം തന്നെ ലെമൺ ജ്യൂസ് ഉപയോഗിച്ച് എങ്ങനെ പെയിൻ്റ് ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് കുറച്ച് ഗോൾഡ് ഡസ്റ്റ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അല്പം ലെമൺ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. കുറച്ച് ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, ഒന്നിച്ചങ്ങ് പിഴിയരുത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി നമുക്കൊരു പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതാകുന്നത് വരെ അല്പമായിട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇനി ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ നല്ലൊരു പെയിൻ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരു ഫോണ്ടനിൽ ചെയ്ത് നോക്കാം. ഞാനൊരു ഫോണ്ടൻ്റെ ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. കണ്ടോ, അതിലേക്ക് പെയിൻറ്റ് ചെയ്യുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ലെമൺ ജ്യൂസ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്, കേക്കിലേക്ക് ലെമണിൻ്റെ പുളിരസം അനുഭവപ്പെടുമെന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. വളരെ കുറച്ച് മാത്രമല്ലേ നമ്മൾ ലെമൺ ജ്യൂസൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആ ഒരു പുളിപ്പ് ടേസ്റ്റൊന്നും കേക്കിലേക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാം. അതിനായിട്ട് കുറച്ച് ഗോൾഡ് ഡസ്റ്റ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാം. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലെമൺ ജ്യൂസ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നുണ്ട്. ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള പെയിൻറ്റ് ഡ്രൈ ആയി കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ അത് കാണുമ്പോഴും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ലെമൺ ജ്യൂസ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഫിനിഷിങ് എഫക്റ്റാണ്. ബട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളതും കുഴപ്പമില്ല, അത് കുറച്ചൊരു ഗ്ലേസിങ് എഫക്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇപ്പോൾ രണ്ട് രീതിയിൽ ചെയ്തിട്ടുള്ള പെയിൻ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ലെമൺ യൂസ് ചെയ്തിട്ടുള്ളത്, ഇത് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും കാണുമ്പോൾ തന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ ഇതിലേത് മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് വാനില എക്സ്ട്രാക്റ്റൊക്കെ യൂസ് ചെയ്തിട്ടും പെയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ആൽമണ്ട് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കുക. ഈ ലെമൺ ജ്യൂസിന് പകരം ലെമൺ എക്സ്ട്രാക്റ്റും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ബോട്ടിൽ വാങ്ങുമല്ലോ, അതായാലും മതി. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് വീട്ടിലുള്ള ലെമൺ കൊണ്ട് തന്നെ നമുക്ക് നല്ല പെയിൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കുക. പിന്നെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ്, അർഹാം എന്ന് പറഞ്ഞിട്ട്. അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ അവൾ ഓൺലൈനായിട്ട് ഇപ്പോൾ ചെറിയൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് കേട്ടോ അതിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ബേബി ഐറ്റംസും ഡ്രസ്സസ്, ചുരിദാർസ്, ബാഗ്സ് ഇതൊക്കെ അവൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അവളുടെ കോൺടാക്റ്റ് നമ്പറാണിത്, ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ അവളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയൊക്കെയാണ്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.